ഫുട്ബോൾ പണ്ഡിറ്റുകളും കളി ആരാധകരും കളി എഴുത്തുകാരും എല്ലാവരും കൈവിട്ടൊരു ടീം. ഭാഗ്യം കൊണ്ട് മാത്രം ഫൈനലിലെത്തിയെന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളിയൊരു ടീം. അതെ, പറഞ്ഞു വരുന്നത് ചെൽസിയെക്കുറിച്ചാണ്. നിലവിലെ ക്ലബ് വേൾഡ് കപ്പ് ചാമ്പ്യൻസ് ദ റിയൽ ചെൽസി. പുച്ഛിച്ച് തള്ളിയവരാരും അറിയാതെ പോയൊരു ലെഗസിയുണ്ട് ചെൽസിക്ക്. എല്ലാവരാലും എപ്പോഴൊക്കെ എഴുതി തള്ളപ്പെട്ടിട്ടുണ്ടോ അന്നെല്ലാം ഉയർത്തെഴുന്നേറ്റ ചരിത്രം. ഫേവറേറ്റ്സുകളെ തോൽപ്പിച്ചു വിട്ട ചരിത്രം. 2012 ബാഴ്സയെയും ബയേൺ മ്യൂണിക്കിനെയും 2021 ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ മാൻ സിറ്റിയെയും തോൽപ്പിച്ചുകൊണ്ട് ചെൽസി തെളിയിച്ചു കഴിഞ്ഞതാണ്. പക്ഷേ അപ്പോഴും ക്ലബ് വേൾഡ് കപ്പ് ഫൈനലിന് അരങ്ങുണരുമ്പോൾ കരുത്തരായ PSG-യെ ചെൽസി എങ്ങനെ നേരിടും, എങ്ങനെ തോൽപ്പിക്കും എന്നതിനെക്കുറിച്ച് ആരാധകർക്ക് പോലും ആശങ്കകളുണ്ടായിരുന്നു. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഡിഫൻസീവ് ഗെയിമുകളിൽ ഒന്ന് കളിക്കുന്ന അത്ലറ്റിക്കോ മാഡ്രിഡിനെയും മികച്ച അറ്റാക്കിംഗ് ശൈലിയുള്ള ബയേൺ മ്യൂണിക്കിനെയും അറ്റാക്കും പ്രതിരോധവും ചേർന്ന് വിസ്മയം തീർക്കുന്ന റിയൽ മാഡ്രിഡിനെയും വൻ സ്കോറുകൾക്ക് തോൽപ്പിച്ചുകൊണ്ടാണ് PSG ഫൈനലിലെത്തിയത്. അതേസമയം താരതമ്യേന ദുർബലരായ പാൽമെറാസിനെയും ഫ്ലുമിനൻസിനെയും തോൽപ്പിച്ചുകൊണ്ടാണ് ചെൽസി ഫൈനലിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു 4-0, 3-0 എന്നെല്ലാം സ്കോർ ലൈനുകളാണ് ഈ മത്സരത്തിൽ ചെൽസിക്കെതിരെ പ്രവചിച്ചിരുന്നത്. ആരാധകർ മാത്രമേ ഒരു ഗോളിനെങ്കിലും ചെൽസി വിജയിക്കുമെന്ന് കരുതിയിട്ടുള്ളൂ. അതും ഒരു ഗോൾ ലീഡിൽ ചെൽസി ജയിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. കാരണം അത്രയും ശക്തമായ ഡിഫൻസും അറ്റാക്കിങ്ങും ഉള്ള PSG-യെ തോൽപ്പിക്കുക അത്ര എളുപ്പമല്ലെന്നുള്ള കാര്യം ചെൽസി ആരാധകർക്കും അറിയാവുന്നതായിരുന്നു. പക്ഷേ PSG തോൽപ്പിക്കുന്നത് ഒരു ബാലികേറ മലയല്ലെന്ന് മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു, സാക്ഷാൽ എൻസോ മരസ്ക. ഈ ടാക്ടീഷ്യൻ അദ്ദേഹം PSG-ക്കെതിരെ കളിക്കാനുള്ള ടാക്ടിക്സുകൾ മെനിഞ്ഞു. അത് തൻ്റെ കളിക്കാർക്ക് പകർന്നു കൊടുത്തു. ആ കളിക്കാർ അത് അദ്ദേഹം പകർന്നു കൊടുത്തതുപോലെ തന്നെ അത് ഗ്രൗണ്ടിൽ പ്രാവർത്തികമാക്കി. വിൻ പ്രതീക്ഷിച്ചു വന്ന PSG-ക്ക് മുന്നിൽ ചെൽസി കൊടുത്തതൊരു ടഫ് ഗെയിമായിരുന്നു. തുടക്കത്തിൽ തന്നെ ആക്രമിച്ചു കളിച്ച ചെൽസി PSG ഡിഫൻസിൻ്റെ ഇടയിൽ വിടവുകൾ കണ്ടെത്തി ആദ്യ പകുതിയിൽ തന്നെ 3 ഗോൾ എടുത്ത് നിലഭദ്രമാക്കി. അതിനുശേഷം പകുതിയിൽ കംഫർട്ടബിളായി ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ആ കിരീടം, ക്ലബ് ചാമ്പ്യൻഷിപ്പിൻ്റെ പുതിയ ഫോർമാറ്റിലുള്ള ആ കിരീടം ആദ്യമായി സ്വന്തമാക്കുന്ന ടീം എന്ന ഖ്യാതി നേടിയെടുത്തുകൊണ്ട് എതിരെ പറഞ്ഞവരുടെ എല്ലാം വായടപ്പിച്ചിരിക്കുന്നു. അതെ, ഇതൊരു മുന്നറിയിപ്പാണ്. ചെൽസി നൽകുന്ന ഒരു വലിയ മുന്നറിയിപ്പ്. അത് മറ്റാർക്കുമല്ല, പ്രീമിയർ ലീഗിൽ തങ്ങളോടൊപ്പം കളിക്കുന്ന മാൻ സിറ്റിയും ലിവർപൂളും അർസനലും മാൻ യുണൈറ്റഡും ടോട്ടനാമും എല്ലാം കരുതിയിരിക്കണം. ഇത്തവണ ചെൽസി വരുന്നത് പലതും തെളിയിക്കാനാണ്. അതോടൊപ്പം ചാമ്പ്യൻസ് ലീഗിലെ വമ്പൻ ടീമുകൾക്ക് കൂടി ഇതൊരു മുന്നറിയിപ്പ് തന്നെയാണ്. അത്ര എളുപ്പത്തിലൊന്നും തോൽപ്പിക്കാൻ പറ്റുന്നൊരു ടീമല്ല, ഒരു കൂട്ടം പ്ലെയേഴ്സ് അല്ല ചെൽസിക്കുള്ളത്. ചെൽസിയുടെ ഈ വരവോടുകൂടി അടുത്ത സീസണിലെ യൂറോപ്യൻ മത്സരങ്ങൾക്ക് തീ പിടിക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു. കാത്തിരുന്നു കാണാം എന്താവുമെന്ന്.